Let's start. They help us. They help us. Then they sit properly. അവർ നമ്മളെ സഹായിക്കുന്നു. നമ്മൾ ഒരുപാട് പേര് സഹായിക്കുന്നുണ്ട് അല്ലേ? ഉണ്ടോ? നമ്മൾ മാത്രം ഉണ്ടായാൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഉമ്മയും ഉപ്പയും അല്ലെങ്കിൽ അച്ഛൻ അമ്മ നമ്മൾ മാത്രം ഉണ്ടായാൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഇല്ല. നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ ടീച്ചേഴ്സ് ഹെൽപ്പ് ചെയ്യണം അല്ലേ? സ്കൂളിലേക്ക് വരണമെങ്കിൽ ഡ്രൈവേഴ്സ് ഹെൽപ്പ് ചെയ്യണം. എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് ഹെൽപ്പ് ചെയ്യണം അല്ലേ? നമുക്ക് സാധനങ്ങളൊക്കെ എത്തിച്ചേരാൻ, അതായത് ഉണ്ടാക്കാൻ ഫാമേഴ്സ് വേണം, അത് എത്തിച്ചേരാൻ കടക്കാരൻ വേണം അല്ലേ? എത്ര ആൾക്കാർ നമ്മളെ ഹെൽപ്പ് ചെയ്യണം നമുക്കൊന്ന് ജീവിക്കണമെങ്കിൽ അല്ലേ? വേണ്ടേ? വേണം. They help us. നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുടെ കാര്യം ഇവിടെ പറയുന്നുണ്ട്. നമുക്ക് ആരൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പിക്ചർ ആരുടെയാ നോക്കിയേ, നിങ്ങൾക്ക് അറിയോ നോക്കട്ടെ. ഫസ്റ്റ് പിക്ചർ ആരുടെയാ? ഒരു ഡോക്ടറുടെ പിക്ചർ ആണ് അല്ലേ? ഡോക്ടറിന്റെ പിക്ചർ ആണ്. നിങ്ങൾ ഡോക്ടറുടെ അടുത്ത് പോവാത്തവരുണ്ടാകില്ല അല്ലേ? ഒരു പ്രാവശ്യമെങ്കിലും ഡോക്ടറെ ഗായത്രി പോയിട്ടുണ്ട്, എല്ലാവരും പോയിട്ടുണ്ടാവും അല്ലേ? അധികമൊന്നും പോകാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം അല്ലെ? അസുഖങ്ങളൊന്നും തരാതിരിക്കാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം അല്ലേ? അപ്പോ ഫസ്റ്റ് പിക്ചർ ഡോക്ടർ ആണ്. ഡോക്ടർ എങ്ങനെയാ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നേ? എങ്ങനെയാ നമ്മളെ ഡോക്ടർ ഹെൽപ്പ് ചെയ്യുന്നേ? മുറിവൊക്കെ സ്റ്റിച്ചിട്ട് ഒട്ടിച്ചു തരും. പിന്നെന്താ? മെഡിസിൻ തരും. നമ്മൾ എന്ത് അസുഖത്തിന് പോയാലും നമ്മൾക്ക് അതിനുള്ള മെഡിസിൻ തരും അല്ലേ? ചുമക്ക പോയെങ്കിൽ ചുമക്കുള്ള മരുന്ന് തരും, പനിയാണെങ്കിൽ പനിക്കുള്ള മരുന്ന് തരും. ഏത് അസുഖത്തിനാണ് നമ്മൾ ഡോക്ടറെ കാണാൻ പോയത് അതിനുള്ള മരുന്ന് നമുക്ക് ഡോക്ടർ തരും. നിഹാൽ സിറ്റ് പ്രോപ്പർലി. നിഹാര ഇപ്പോഴും വന്നില്ല മോനെ? ഇല്ല അല്ലേ? മിസ് വരുന്നുണ്ടെന്ന് പറ. അപ്പൊ ഡോക്ടർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന എങ്ങനെയാ? ദേ ഗിവ് മെഡിസിൻ വിത്ത് അതേഴ്സ് അല്ലേ? നമുക്ക് മെഡിസിൻ തന്നിട്ട് അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു അല്ലേ? ദേ ഗിവ് മെഡിസിൻ അല്ലേ? നമുക്ക് മെഡിസിൻ തരുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു? അവർ നല്ല ഡയറ്റ് അഡ്വൈസ് തരുന്നു. നല്ല രീതിയിലുള്ള അഡ്വൈസ് നമുക്ക് ഡോക്ടർ തരുന്നില്ലേ? എന്താ? രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ ചെയ്യണം, ഇത്ര ഗ്ലാസ് വെള്ളം കുടിക്കണം അല്ലേ? പിന്നെന്താ? എന്തൊക്കെ നമ്മുടെ എന്താ? Dandev, where are you? Miss Dandev ഇതാ നേരെ ഇരിക്കുന്നില്ല. Sit properly. എന്താ Dandev? What's the problem? എന്താ മോനെ? മടുത്തടാ? കുറച്ച് സമയം ഒന്ന് ശ്രദ്ധിക്കും. മിസ് വേഗം ക്ലാസ് മതിയാക്കാം. ഓക്കെ, നേരെ ഇരുന്നേ. Dandev നല്ല മോനാണല്ലോ. കുറച്ച് സമയം. നിങ്ങൾക്ക് ഒരേ 4 പീരീഡ് അടുപ്പിച്ചൊക്കെ ആവുമ്പോൾ മടുക്കും, മിസ്സിന് അറിയാം. എങ്കിൽ നമുക്ക് പഠിക്കണ്ടേ അല്ലേ? ഇപ്പൊ എക്സാം ആകും, നമ്മൾക്ക് പഠിക്കണ്ടേ? സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ 4 പീരീഡ് അടുപ്പിച്ചിരിക്കണ്ടേ? പിന്നെന്താ? ലഞ്ച് കഴിഞ്ഞ് ആദ്യം ഇരിക്കണം. പിന്നെ എങ്ങനെയാ അല്ലേ? അപ്പൊ വീട്ടിൽ നിന്ന് തന്നെ ഇരുന്ന് നമ്മളത് ശീലിക്കുക. ഓക്കെ, Dandev നല്ല മോനല്ലേ? നേരെ ഇരുന്നേ. ഓക്കെ, അപ്പൊ ഡോക്ടേഴ്സ് നമുക്ക് മെഡിസിൻ തരുന്നു, അവര് കറക്റ്റ് അഡ്വൈസ് തരുന്നു. നമുക്ക് നമ്മളെ എന്താ നമുക്ക് വേണ്ടുന്ന എല്ലാത്തരം ഏത് അസുഖത്തിന് പോയാലും ക്ലിയർ ആയിട്ടുള്ള മെഡിസിൻ തന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ആരാ? ഡോക്ടേഴ്സ് ആണല്ലേ? അല്ലേ? ഡോക്ടേഴ്സ് ഉണ്ടാവണ്ടേ? നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ആരുടെ അടുത്തേക്കാ പോകുന്നേ? ഡോക്ടറിന്റെ അടുത്തേക്കാ പോകുന്നത് അല്ലേ? ഡോക്ടറെ കണ്ടിട്ട് നമുക്ക് പറയാമെന്നല്ലേ നമ്മൾ പറയുന്നത്. ഡോക്ടറെ കാണിക്കാതെ നമ്മൾ ഗുളിക കഴിക്കാറുണ്ടോ? മരുന്ന് കഴിക്കാറുണ്ടോ? കഴിക്കാൻ പാടില്ല കേട്ടോ. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഗുളികയൊന്നും മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഗുളികയൊന്നും വാങ്ങിച്ച് അങ്ങനെ കഴിക്കാൻ പാടില്ല. ഡോക്ടറെ കണ്ട് കറക്റ്റ് പ്രിസ്ക്രിപ്ഷനും കൊണ്ട് മാത്രമേ മരുന്ന് വാങ്ങിച്ച് കഴിക്കാൻ പാടുള്ളൂ. റിഹാൻ, സിറ്റ് പ്രോപ്പർലി. എല്ലാവരും നന്നായി നല്ല നീറ്റായി ഇരുന്നേ. സായക്, സിറ്റ് ഡൗൺ ദേർ. ഈ ലാസ്റ്റ് അവർ ആകുമ്പോഴത്തേക്ക് എല്ലാവർക്കും കളിയാണല്ലേ?
മടുത്തടാ ശരിക്കും? നമുക്ക് എക്സാം ഇല്ലേ, അപ്പോഴത്തേക്ക് പഠിക്കണ്ടേ? സായക് അല്ല ധൻദേവ് ഒരു ഉഷാറായിരുന്നേ. ധൻദേവ് ഒരു പാട്ട് പാടിയേ നോക്കട്ടെ. ധൻദേവ് ഒരു പാട്ട് പാടി തന്നെ മിസ്സിന്. പെട്ടോടി നടക്കും കുഞ്ഞു പൂമ്പാറ്റെ, എവിടെ നിന്ന് വരുന്നു നീ, എങ്ങോട്ടെന്നും പോന്നു നീ, തെരുത്തെടി നിന്നുടെ വീട്ടിൽ ഒരു നാൾ ഞാൻ വന്നിടും. ഉറപ്പായിട്ടും വന്നിടും. നല്ല പാട്ടാണല്ലേ? ധൻദേവിന്റെ പാട്ട് എല്ലാരും കേട്ടോ? ഗായത്രി പാടാം. ഗായത്രിയും പാടുവോ? യെസ്. ആ ഒരു പാട്ട് പാടിയേ. സായക് sit down there. സായക്. ഗായത്രി പെട്ടെന്നൊരു പാട്ട് പാടിയേ. പെട്ടെന്ന് പാടണേ. എങ്ങോട്ടാണ് ഈ തിടുക്കം, നീ തനിച്ചല്ലേ, പേടിയാകില്ലേ, കൂട്ടിന് ഞാനും വന്നോട്ടെ. ഓക്കെ ഗുഡ്. വന്നോട്ടെ. ഓക്കെ. എങ്ങോട്ടും പോകരുതേ. Okay, then come to the point. Next, ഡോക്ടർമാർ നമ്മളെ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നേ? They help us give medicine അല്ലേ? നമുക്ക് മെഡിസിൻ തന്നു സഹായിക്കുന്നു. പിന്നെ എന്താ, കറക്റ്റ് അഡ്വൈസ് തരുന്നു അല്ലേ? നമുക്ക് വേണ്ടുന്ന ഡയറ്റ് അഡ്വൈസും മറ്റു മെഡിക്കൽ അഡ്വൈസും എന്ത് വേണമെങ്കിലും ഡോക്ടേഴ്സ് തരുന്നു. ഡോക്ടേഴ്സ് നമ്മളെ നന്നായി ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, സായക് sit down there. നെക്സ്റ്റ് പിക്ചർ ആരുടെയാണെന്ന് നോക്കിയേ. ആരുടെയാ? ഒരു ഗാർഡനർ ആണല്ലേ? ഗാർഡനർ ആണ്. ഗാർഡനർ എന്താ ചെയ്യുക? ഗാർഡനർ എങ്ങനെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നേ? നമ്മുടെ പുല്ല് വെട്ടും. നമ്മുടെ ഗാർഡൻ നന്നായി തന്നെ നല്ല പെർഫെക്റ്റ് ആയി ഗാർഡൻ വെട്ടി നന്നായി കീപ്പ് ചെയ്യും അല്ലേ? നമ്മുടെ പൂന്തോട്ടമൊക്കെ എപ്പോഴും വെള്ളം നനച്ചും നന്നായി പുല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറിച്ചു കളയേണ്ടവ പറിച്ചു കളഞ്ഞും വെട്ടി ഒതുക്കേണ്ടത് വെട്ടി ഒതുക്കിയും നന്നായി പെർഫെക്റ്റായി കീപ്പ് ചെയ്യുന്ന ആളാണ് ആര്? ഗാർഡനർ അല്ലേ? നെക്സ്റ്റ് പിക്ചർ ആരുടെ നോക്കിയേ. ടീച്ചറാണല്ലേ? ടീച്ചർ എങ്ങനെയാ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നേ? പഠിപ്പിച്ചു തരും ഓരോ കാര്യങ്ങൾ. നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാത്തരം കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്ന ആരാ? ടീച്ചറാണല്ലേ? റിഹാനാണോ അത്? ഓക്കെ, ടീച്ചർ നമുക്ക് പാഠങ്ങൾ പഠിപ്പിച്ചു തരുന്നു, ഗുഡ് ഹാബിറ്റ് പഠിപ്പിച്ചു തരുന്നു. നിങ്ങൾക്ക് വേണ്ടുന്ന ഗുഡ് അഡ്വൈസ് ഒക്കെ ടീച്ചേഴ്സും തരുന്നുണ്ട് അല്ലേ? നിങ്ങൾ രാവിലെ സ്കൂളിൽ നിന്ന് വന്ന് വൈകുന്നേരം വീട്ടിലെത്തുന്നവരെയുള്ള നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ആരാ? ടീച്ചർമാരല്ലേ? അല്ലേ? യെസ്. അപ്പോ ടീച്ചർ ഹെൽപ്പ് ചെയ്യുന്നത് നിങ്ങളുടെ എങ്ങനെയാ? നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നന്നായി തന്നെ പഠിപ്പിച്ചാണ് നിങ്ങളെ ടീച്ചർ ഹെൽപ്പ് ചെയ്യുന്നത് അല്ലേ? ഇഷിത ക്യാമറക്ക് മുന്നിലോട്ട് നീങ്ങിയിരുന്ന മോളെ, കുറച്ചും കൂടി ഇങ്ങോട്ട് ഇരുന്നേ. ഓക്കെ. റിഹാൻ നേരെ ഇരിക്കും മോനെ, നിന്നെ കാണുന്നില്ല, അതിന്റെ തലഭാഗം മാത്രമേ കാണുന്നില്ല. കുറച്ചും കൂടെ നേരെ ഇരുന്നേ. ധൻദേവ് ഒക്കെ വല്ലാണ്ട് അങ്ങനെ അലസത കളിക്കലായി അല്ലേ? എന്താ ധൻദേവ്, എന്താ പറ്റിയേ? എന്നാ പറ്റിയ മോനെ? ഇത്രപ്പുര എടുക്കാതെ നമുക്ക് പാഠം തീർക്കണ്ടേ മുത്തേ? എക്സാം ആവുമ്പോഴത്തേക്ക് കുറെ ഉണ്ടല്ലോ, ഈ തീരാൻ കുറെ ബാക്കിയുണ്ട് മക്കളെ. ഓക്കെ, നെക്സ്റ്റ് ആരുടെ പിക്ചർ അവിടെ കാണുന്ന നോക്കിയ? വാച്ച്മാൻ ആണല്ലേ? വാച്ച്മാന്റെ പിക്ചർ അല്ലേ? വാച്ച്മാനെ കണ്ടിട്ടുണ്ടോ നിങ്ങള്? എവിടെ കണ്ടിട്ടുള്ളത്? കണ്ടിട്ടില്ല അല്ലേ? ജ്വല്ലറിയിൽ പോകുമ്പോ അവിടെ എന്തായാലും ഒരു വാച്ച്മാൻ ഉണ്ടാവും. വാച്ച്മാന്റെ ഡ്യൂട്ടി എന്താ?
ആ കള്ളന്മാർ. ഓക്കെ, കള്ളന്മാർ വരുന്നു. എവിടെ കണ്ടേ റിഹാൻ? ബാങ്കിലുണ്ടാവും, ജ്വല്ലറിയിലുണ്ടാവും അല്ലേ? വലിയ വലിയ കമ്പനികളിലൊക്കെ ഉണ്ടാവും, നമ്മുടെ സ്കൂളിലും ഉണ്ടാകും. ഇപ്പൊ ഇല്ല. ഓക്കെ, വാച്ച്മാൻ, അതായത് നമ്മുടെ ഗേറ്റ് തുറക്കാനും കുട്ടികളെ വാച്ച് ചെയ്യാനും അല്ലെ, വണ്ടികൾ നിയന്ത്രിക്കാനും. ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഗായത്രി കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ വാച്ച്മാൻ എന്താ എല്ലാ കാര്യങ്ങളും, അതായത് പുറത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും വാച്ച് ചെയ്ത് അല്ലെ നിരീക്ഷിക്കുക. അതാണ് വാച്ച്മാന്റെ ഡ്യൂട്ടി അല്ലേ? ധൻദേവ് വണ്ടി ഓടിക്കുകയാണല്ലേ. നെക്സ്റ്റ് മിൽക്ക്മാൻ. മിൽക്ക്മാൻ ആരാ? നിങ്ങൾ പാല് കുടിക്കാറില്ലേ? നമ്മൾക്ക് പാൽ എത്തിച്ചേരുന്നത് ആരാ? മിൽക്ക്മാൻ ആണ് അല്ലേ? അദ്ദേഹവും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, നമ്മുടെ വീടുകളിൽ പാൽ എത്തിച്ചു തരുന്നുണ്ട് അല്ലേ? അങ്ങനെ നമ്മളെ സഹായിക്കും. പാൽ ഇഷ്ടല്ലേ? പാല് കുടിക്കണം. പാല് കുടിച്ചിരുന്നാലേ നന്നായി വളരൂലു, നല്ല ആരോഗ്യവാന്മാരാകൂ അല്ലേ? നല്ല ശക്തി കിട്ടൂ. അപ്പൊ പാലൊക്കെ കഴിക്കണം, പാല് മുട്ടയൊക്കെ കഴിക്കണം. വീട്ടിലുണ്ടാക്കുന്ന എല്ലാ ഭക്ഷണവും കഴിക്കണം, എന്നാലേ നല്ല ശക്തി വരൂ. നമ്മൾ ഭക്ഷണം കഴിച്ചാലേ നമുക്ക് പഠിക്കാൻ, അതായത് നല്ല പഠിക്കാനുള്ള എനർജി കിട്ടൂ. ഓക്കെ, മെമ്മറി വേണ്ടേ? ഓർമ്മ വേണ്ടേ? പഠിക്കുന്ന കാര്യങ്ങൾ നന്നായി മെമ്മറിയിൽ നിൽക്കണമെങ്കിൽ നമ്മൾ ഫുഡ് കഴിക്കണം. ഫുഡ് കഴിക്കാതെ ഇരുന്ന് നമുക്ക് എപ്പോഴും ക്ഷീണമാണ്. അതാണ് ഇപ്പൊ ധൻദേവിനൊക്കെ രാവിലെ കുറച്ചേ ഭക്ഷണം കഴിച്ചുള്ളൂ, അതുകൊണ്ടാണ് അല്ലേ? രാവിലെ എന്താ കഴിച്ചത് ധൻദേവ്? അത് ഒരു ദോശയല്ലേ കഴിച്ചുള്ളൂ? അത് കഴിഞ്ഞ് പഴം തിന്നിനോ? അപ്പൊ ഭക്ഷണം കഴിക്കണം, എന്നാലും നമുക്ക് എന്താ പഠിക്കാനൊക്കെ എനർജി ഉണ്ടാവും, നല്ല നല്ല അല്ലേ? എപ്പോഴും നല്ല ഉത്സാഹമാരായി ഇരിക്കണമെങ്കിൽ എന്താ വേണ്ടേ? ഫുഡ് കഴിക്കണം നമ്മൾ അല്ലേ? ഫുഡ് കഴിക്കുക. അപ്പൊ മിൽക്ക്മാൻ നമുക്ക് മിൽക്ക് എത്തിച്ചു തരുന്നു, അങ്ങനെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു അല്ലേ? നെക്സ്റ്റ് പിക്ചർ ആരാണെന്ന് നോക്കിയേ. നെക്സ്റ്റ് പിക്ചർ ആരാ? ബാർബർ ആണല്ലേ? ബാർബർ എങ്ങനെയാ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നേ? അതെ നമ്മുടെ ബോയ്സ്, അതെ, ആൺകുട്ടികൾക്കൊക്കെ പെട്ടെന്ന് തന്നെ മുടി വരും. അപ്പൊ ആൺകുട്ടികൾ മുടി വളർത്തുന്നത് അത്ര ഭംഗിയല്ല അല്ലേ? പെൺകുട്ടികൾ മുടി വളർത്തി മുടിയൊക്കെ ചീകി ഒതുക്കി കെട്ടി വെക്കുന്നത് നല്ല ഭംഗിയാ കാണാൻ. ആൺകുട്ടികൾക്കോ മുടി എപ്പോഴും മുറിച്ച് നല്ല നീറ്റായി വെക്കണം. അവരധികം മുടി വളർത്തുന്നത് രസാണോ കാണാൻ? അല്ലല്ലോ. അപ്പൊ അവർക്ക് ബാർബറുടെ അത്യാവശ്യ സേവനം വേണ്ടതാണ് അല്ലെ? അപ്പൊ ബാർബർ നമ്മളെ അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു അല്ലേ? പിന്നെ ലാസ്റ്റ് വൺ നോക്കിയേ. ലാസ്റ്റ് അല്ല, ടൈലർ എങ്ങനെയാ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നേ? എങ്ങനെയാ ഹെൽപ്പ് ചെയ്യുന്നേ മക്കളൊന്ന് പറഞ്ഞു? നമ്മുടെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത്. ടൈലർ ഇല്ലാതെ നമുക്ക് ജീവിക്കാനേ പറ്റില്ല അല്ലേ? ഡ്രസ്സ് ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഡ്രസ്സ് എപ്പോഴും, എന്ത് കൊറോണയല്ല, എന്ത് ഫ്ലഡ് അല്ല, എന്ത് വന്നാലും നമുക്ക് ഭക്ഷണവും വസ്ത്രവും അത്യാവശ്യമാണ്. അപ്പൊ ടൈലർ നമ്മളെ എന്തായാലും ഹെൽപ്പ് ചെയ്യണം അല്ലേ? നിങ്ങൾക്ക് റെഡിമെയ്ഡ് ഡ്രസ്സാണ് നിങ്ങൾ വാങ്ങിക്കുന്നത് എങ്കിലും അത് ഏതെങ്കിലും ഒരു ടൈലർ തുന്നിയതായിരിക്കൂലേ അല്ലേ? അപ്പൊ ടൈലർ അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു. They stitches our dresses. Okay, next ആരാന്ന് നോക്കിയേ. പോലീസ്മാൻ അല്ലേ? പോലീസ്മാൻ എങ്ങനെയാ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നേ? അവരെ നിയമപാലകരാണ് അല്ലേ? എവിടെ കളവ് നടക്കുന്നു അവിടെയൊക്കെ കള്ളന്മാരെ പിടിക്കാനും നമ്മുടെ നാട്ടിൽ അക്രമങ്ങളൊന്നും ഇല്ലാതെ അവയൊക്കെ പോലീസിന് പേടിയല്ലേ? പോലീസ് വരുന്ന പറഞ്ഞാൽ എല്ലാവർക്കും പേടിയല്ലേ? അപ്പൊ പോലീസ് ഉണ്ടെങ്കിൽ കള്ളത്തരൊന്നും ചെയ്യാൻ ആർക്കും തന്നെ ധൈര്യം ഉണ്ടാവില്ല. എന്തെങ്കിലും കളവ് ചെയ്താൽ ആരാ പിടിക്കുന്നേ? പോലീസ് അല്ലേ? നിയമ പാലകരെന്ന് പറയും. നിങ്ങൾക്ക് ആരാകാനാ ഇഷ്ടം? സായക്, എന്താ മോൻ വലുതായിട്ട് ആരാകാനാ മോൻ ഇഷ്ടം? പോലീസാണോ? പട്ടാളക്കാരനാണല്ലേ? ആർമിയിൽ ചേരാനാണ് ആഗ്രഹം? ഗോഡ് ബ്ലസ് യു. അങ്ങനെ തന്നെ ആകട്ടെ കേട്ടോ. പിന്നെ ധൻദേവിന് ആരാകാനാണ് ഇഷ്ടം? പൈലറ്റ്. വെരി ഗുഡ്. അപ്പൊ നന്നായി പഠിക്കണം കേട്ടോ. പൈലറ്റ് ഒക്കെ ആയി മിസ്സിനെ എപ്പോഴെങ്കിലും ഒന്ന് കയറ്റണേടാ പ്ലെയിനില് കേട്ടോ. ഓക്കെ. ഹർഷാലിന് ആരാകാനാണ് ഇഷ്ടം? ഹർഷാൽ ഡോക്ടർ. ഓക്കെ. ഡോക്ടറായി നമ്മളെ നാടിനെ സേവിക്കുക അല്ലേ? പാവങ്ങളെയൊക്കെ അധികം ഫീസൊന്നും വാങ്ങിക്കാതെ
സേവിക്കുക. അങ്ങനെയാണ് എന്താ നല്ലൊരു ഡോക്ടറായാലും അങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലേ? ചിലപ്പോൾ പൈസയൊന്നും ഇല്ലാത്തവരൊക്കെ ഉണ്ടാവും, അവരോടൊക്കെ അധികം പൈസയൊന്നും വാങ്ങിക്കാതെ അല്ലേ സേവനം. നന്നായി പഠിക്കണം കേട്ടോ, ഡോക്ടറൊക്കെ ആയാല് ആവണെങ്കില്. റിഹാൻ ആരാകണ്ടേ? ഓ, ഗായത്രി ഡോക്ടറാണോ? ഓക്കെ, വെരി ഗുഡ്. റിഹാൻ ആരാകാനാ ഇഷ്ടം? റിഹാൻ പട്ടാളക്കാരനാണോ? ഓക്കെ, വെരി ഗുഡ്. നിഹാലിന് ആരാകാനാണ് ഇഷ്ടം? അമ്മേനെ നോക്കണ്ട, മോന് ഹെലികോപ്റ്റർ ഓടിക്കുന്ന ആളാണോ? പൈലറ്റ് ആകാനാണോ ഇഷ്ടം? ഓക്കെ, വെരി ഗുഡ്. ഇഷിതക്ക് ആരാകാനാ ഇഷ്ടം? പോലീസ് ആണോ? വെരി ഗുഡ്. അച്ഛൻ പോലീസ് ആണല്ലോ അല്ലേ? ഓക്കെ, ഗുഡ്. എല്ലാവരും നന്നായി പഠിച്ചാൽ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നിറവേറും കേട്ടോ. അപ്പൊ മക്കളെ, പേജ് നമ്പർ 107 ഒരു ഹോംവർക്ക് ആണ്, എൻറിച്ച്മെന്റ് ആക്ടിവിറ്റി ആണ്. അപ്പൊ അതിൽ ഡ്രോ ലൈൻസ് ടു മാച്ച് പിക്ചർ മാച്ച് ചെയ്യാൻ വേണ്ടി ഒരു എന്താ ചെയ്തോ? ആരാ അത് ചെയ്തേ? ഓക്കെ. അപ്പൊ അത് ഹോംവർക്കായി മിസ് തരുന്നു, ഇപ്പൊ ചെയ്യണ്ട, ഹോംവർക്കായി ചെയ്ത് മിസ്സിന് സെൻഡ് ചെയ്ത് തന്നാ മതി. ഓക്കെ, ഡ്രോ ലൈൻസ് ടു മാച്ച്. അത് ഓരോരു അതായത് ആദ്യം തന്നെ ടീച്ചറാണ്, പിന്നെ ടൈലറാണ്, ബാർബറാണ്, ഗാർഡനറാണ്. അവർക്ക് മാച്ച് ആയിട്ടുള്ള അവരുടെ ടൂൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്ത നെക്സ്റ്റ് സൈഡിൽ അത് നിങ്ങൾ മാച്ച് ചെയ്യുക. ഓക്കെ, മാച്ച് ചെയ്ത് മിസ്സിന് സെൻഡ് ചെയ്ത് തരിക. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ? ഓക്കെ ഓക്കെ ഓക്കെ. ഇന്ന് നമ്മളൊരു കഥ പഠിച്ചു, പിന്നെ ദേ ഹെൽപ്പേഴ്സ് പഠിച്ചു, എൻറിച്ച്മെന്റ് ആക്ടിവിറ്റി, ഇത്രയും നമ്മൾ ഇന്ന് പഠിച്ചു അല്ലേ? എല്ലാവരും പിന്നെ എന്താ ഇതൊന്ന് വായിച്ച് പഠിക്കണം കേട്ടോ, ദേ ഹെൽപ്പേഴ്സ്. ഓക്കെ, മിസ് അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടി അത് പറഞ്ഞു തരാം. നിങ്ങൾ എല്ലാവരും ഒരുമാതിരി എന്താ ബോറടിച്ച പോലെ ഇരിക്കുന്നത്. അങ്ങനെയാണോ? EVS ക്ലാസ്സിന് കുറച്ചും കൂടെ എനർജറ്റിക് ആയിട്ട് ഇരിക്കണം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ മിസ് ആദ്യത്തെ പീരീഡ് EVS എടുക്കുന്നതായിരിക്കും. ഓക്കെ, ലാസ്റ്റ് അവർ ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്താ ഇത്ര മടുപ്പ് വരുന്നേ? അതാരാ? ഹർഷാൽ ചെയ്തു അല്ലേ? ഓക്കെ, അതൊന്ന് മിസ്സിന് സെൻഡ് ചെയ്ത് തരണേ. ഓക്കെ ഓക്കെ, എങ്കിൽ നമുക്ക് ക്ലാസ് ലീവ് ചെയ്യാം. വേണ്ടേ? എല്ലാവരും ഇത് വായിക്കണം. നിങ്ങളുടെ EVS നോട്ട്ബുക്കിൽ അതൊന്ന് എഴുതുകയും ചെയ്യണം കേട്ടോ. പേജ് നമ്പർ 106 ദേ ഹെൽപ്പേഴ്സ്, ഡോക്ടർ, മിൽക്ക്മാൻ, ടീച്ചർ. ഓക്കെ, ഇതൊന്ന് നമുക്ക് വായിക്കാലോ. ആരെയൊന്ന് വായിച്ചിരുന്നു മിസ്സിനെ? ധൻദേവ് ഒന്ന് വായിച്ചേ. ഡോക്ടർ, ഗാർഡനർ, ടീച്ചർ, വാച്ച്മാൻ, മിൽക്ക്മാൻ, ബാർബർ, ടൈലർ, പോലീസ്മാൻ. ഓക്കെ, നെക്സ്റ്റ്. നെക്സ്റ്റ്, ഹർഷാൽ. ഡോക്ടർ, ഗാർഡനർ, ടീച്ചർ, മിൽക്ക്മാൻ, ടൈലർ, പോലീസ്മാൻ. കഴിഞ്ഞു അല്ലേ? അതിന്റെ തൊട്ട് താഴെ ഒരു എന്താ? ഐ ആം എ ടൈലർ മേക്കിംഗ് ക്ലോത്ത്സ്. ടൈലർ എന്താ ചെയ്യുന്നേ? ക്ലോത്ത്സ് മേക്ക് ചെയ്യുന്നു അല്ലേ? ക്ലോത്ത്സ് ഉണ്ടാക്കി തരുന്നു. സ്റ്റിച്ച് മൈ നീഡിൽസ് ഗോസ്. എന്താ? എൻ്റെ സൂചികൾ ഇങ്ങനെ പോയി നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് ചെയ്തു തരുന്നു? ഡ്രസ്സ് ഉണ്ടാക്കി തരുന്നു. എങ്ങനെയാ ടൈലർ നമുക്ക് ഡ്രസ്സ് ആക്കി തരുന്നേ?
അദ്ദേഹത്തിന്റെ നീഡിൽസ് സൂചി ഇങ്ങനെ സഞ്ചരിച്ച് അദ്ദേഹം പറയുന്ന രീതിയിലൊക്കെ പോയി കഴിയുമ്പോഴത്തേക്ക് അത് എന്തായി വരും? ഒരു ഡ്രസ്സായി വരും അല്ലേ? ഐ ആം എ ടൈലർ മേക്കിംഗ് ക്ലോത്ത് സ്റ്റിച്ച് 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 മൈ നീഡിൽ ഗോസ് അല്ലേ? എൻ്റെ നീഡിൽസ് ഗോസ് ചെയ്ത് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് ഒരു നല്ല ക്ലോത്ത് ആക്കി തരുന്നു. നെക്സ്റ്റ് പോലീസ്മാൻ എന്താ പറയുന്നത്? ഐ ആം എ പോലീസ്മാൻ ഐ സ്റ്റാൻഡ് ജസ്റ്റ് സോ ടെല്ലിംഗ് കാർസ് ടു സ്റ്റോപ്പ് ടെല്ലിംഗ് കാർസ് ടു ഗോ. പോലീസ്മാൻ അവിടെ എന്താ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? റോഡിലൊക്കെ പോലീസ്മാൻ നിന്ന് അവിടെ നിന്ന് സ്റ്റോപ്പ് സ്റ്റോപ്പ് കാറോടോ ബസ്സുകളോടൊക്കെ പറയുന്നത് സ്റ്റോപ്പ് ദെൻ ഗോ ഗോ ഒക്കെ പറയുന്നത് കണ്ടിട്ടില്ലേ? ട്രാഫിക്കിൽ പോലീസ് നിൽക്കുന്നത് കണ്ടിട്ടുണ്ടോ? അല്ലേ? അദ്ദേഹം എന്താ പറയുന്നത്? അവിടെ സ്റ്റാൻഡ് ചെയ്യും, അവിടെ തന്നെ നിന്നുകൊണ്ട് പറയും എന്താ? ആ റൂട്ടിൽ വരുന്ന കാറുകളിലൊക്കെ സ്റ്റോപ്പ് പറയും, പിന്നെ ഇവിടുന്ന് പോകുന്ന വണ്ടികളോടൊക്കെ പോകാനാകുമ്പോൾ ഗോ പറയും അല്ലേ? കണ്ടിട്ടുണ്ടോ നിങ്ങളെ? ഇല്ലേ? ഓക്കെ ഓക്കെ. ഐ ആം എ ടൈലർ മേക്കിംഗ് ക്ലോത്ത്സ് സ്റ്റിച്ച് 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 മൈ നീഡിൽ ഗോസ്. ഐ ആം എ പോലീസ്മാൻ ഐ സ്റ്റാൻഡ് ജസ്റ്റ് സോ ടെല്ലിംഗ് കാർസ് ടു സ്റ്റോപ്പ് ടെല്ലിംഗ് കാർസ് ടു ഗോ. ഓക്കെ. അപ്പോൾ മക്കളെ വീട്ടിൽ ഇത് നന്നായി വായിക്കണം, പിന്നെ ആ ഹോംവർക്ക് ചെയ്യണം. ഓക്കെ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഒന്നും കൂടെ അത് ഒന്ന് പറഞ്ഞതിന് ശേഷം മിസ് അടുത്തത് എടുക്കുള്ളൂ. ഓക്കെ ഓക്കെ. ബൈ. എല്ലാവരും നന്നായി വായിക്കണേ. ബൈ ബൈ. താങ്ക് യു ഡിയർ. ഓക്കെ, യു ആർ വെൽക്കം. താങ്ക് യു ഡിയർ. ഓക്കെ, താങ്ക് യു. ബൈ. ഫുഡൊക്കെ കഴിക്കും കേട്ടോ പോയിട്ട്.